മോനെ, അച്ഛൻ വേറൊരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നത്. ഇന്നലെ എന്താ നിങ്ങളുടെ വീട്ടിലുണ്ടായത് അവിടെ? ഇന്നലെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ആര് പറഞ്ഞു? ഇല്ല, അച്ഛൻ വല്ലതും അറിഞ്ഞോ? ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നിന്റെ അമ്മയ്ക്ക് ഹോട്ടൽ ഭക്ഷണത്തിനോട് എന്താ അത്ര വിരോധം? ഇല്ല, അമ്മക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ തറവാടിത്തില്ലാത്തവരും കൾച്ചർ ഇല്ലാത്തവരും ഒക്കെ ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങള് ആ വകുപ്പിൽപ്പെട്ട ആളുകളാണ് എന്നല്ലേ? അല്ല, അങ്ങനെ ഒരു ധ്വനി അതിനകത്തില്ലേ? അമ്മ അങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല അച്ഛാ. ഞങ്ങള് ഇന്നലെ രാവിലെ വന്ന് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി അവള് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങള് രണ്ടും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അപ്പൊ ഞങ്ങള് വന്നിട്ട് കഴിക്കാല്ലാന്നും പറഞ്ഞിട്ട് അമ്മ ഞങ്ങളെ കാത്തിരുന്നു. അപ്പൊ ഞങ്ങള് കഴിച്ചിട്ടാണ് വരണേന്ന് പറഞ്ഞപ്പോ അമ്മ ചെറിയൊരു പ്രയാസം പ്രകടിപ്പിച്ച, അല്ലാതെ വേറെ അങ്ങനെ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ വരുന്നത് വരെ അമ്മ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മയ്ക്ക് വിശപ്പായിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എടുത്ത് കഴിച്ചൂടെ? അല്ല, കഴിച്ചൂടെ? അതൊക്കെ ഇത്ര വലിയ വിഷയമായിട്ട് ഇങ്ങനെ വിഷയമാണ് മോനെ, അതൊക്കെ ശ്രദ്ധിക്കണം. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ മുഴുവൻ മോശക്കാരാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. അത് തെറ്റാണ് ആ പറഞ്ഞത് അർത്ഥം. ആ അമ്മയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അയ്യോ, അമ്മനോട് അതൊന്നും പറയേണ്ട കാര്യമില്ല അച്ഛൻ. എനിക്ക് മനസ്സിലാവും. ഞാൻ അവളെ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ എന്റെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കണം. എന്നെ പ്രസവിച്ച ഒരു അമ്മയാണത്. എനിക്ക് എൻ്റെ അമ്മയും വേണം, ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യയും വേണം. ഞാൻ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് തിങ്ങിയാണ്. അതെ, എന്തൊക്കെ ആയാലും ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അത്ര ഞാൻ പറഞ്ഞതിന് കാര്യമുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ മോനെ ഞാൻ വീട്ടിലേക്ക് വരും കേട്ടോ. ലക്ഷ്മി, ഇതാരാ വരണ്ട് നോക്കിയേ? കേറിയിരിക്കും. ഓ, ഞങ്ങോട്ട് പോയില്ലേ? ഇങ്ങോട്ട് പോയില്ല. ലക്ഷ്മി, എന്റെ അമ്മാവൻ വന്നിരിക്കണു. എന്താ പിന്നെ ഈ വഴിക്കൊക്കെ? ഒന്നും പറയണ്ട. കല്യാണം വിളി എന്ന് പറഞ്ഞുണ്ടല്ലോ, അയ്യോ അനുഭവിച്ചോണ്ടിരിക്കുക. ആരുടെ? എൻ്റെ മോൻ പ്രതീഷിന്റെ. അവന്റെ കല്യാണമായോ? ഏതാണ്ടൊക്കെ എല്ലാം ആയി. കല്യാണം വിളിക്കൽ അങ്ങോട്ട് കഴിഞ്ഞാണല്ലോ. ഇതിലും ഗതികേടായിരുന്നു പെണ്ണ് കാണല്. കുറേ എണ്ണത്തിനെ പോയി കണ്ട്, എന്നിട്ടാ ഒരെണ്ണം സെറ്റായത്. ഇതിപ്പോ നമ്മുടെ കാലത്തെ പോലെ ഒന്നും അല്ലോ. എന്റെ അച്ഛനൊരു പെണ്ണിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, സുഗത, ഞാനൊരു കുട്ടിയെ കണ്ടിട്ടുണ്ട്, നീ ആണ്ട് കെട്ടുന്ന്. മറിച്ചൊന്നും പറഞ്ഞില്ല, പോയി കല്യാണം കഴിച്ചു. എനിക്ക് പിന്നെ അതും വേണ്ടി വന്നില്ല. എനിക്ക് 4 വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ കല്യാണം സുഖല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, എനിക്ക് 4 വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ എന്റെ കല്യാണം ഉറപ്പിച്ച്. എന്റെ മോൻ പ്രതീഷിന്റെ അമ്മയായിട്ട് എന്റെ മുറപ്പെണ്ണല്ലേ, അവള് ജനിച്ചതേ ഉള്ളൂ. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോ നീ വേറെ പെണ്ണൊന്നും നോക്കണ്ട, നീ അവളെ അങ്ങ് കെട്ടിയാ മതി. അതങ്ങനെ അങ്ങ് നടന്നു. ഓ, ഇതെന്തൊരു ദുരിതമാണെന്ന് അറിയാമോ ഈ പെണ്ണ്. ഞാനിപ്പോ പ്യാരിയാതിന് വേണ്ടി 16 പെണ്ണ് കണ്ട്. ഒന്നും അവനങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവസാനം ലക്ഷ്മിനെ ഇഷ്ടായി. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കണ്ടാവും നമ്മുടെ യോഗം അല്ലേ? എന്റെ വീട്ടില് നിൽക്കേണ്ട പെണ്ണ ഇവള് ലക്ഷ്മി. ഈ പ്രതീഷ് മോനും ലക്ഷ്മിയും അവരൊരുമിച്ച് കളിച്ച് വളർന്നതാ. കുടുംബക്കാർക്കെല്ലാം അത് ഇഷ്ടമായിരുന്നു. എന്റെ ഭാര്യയ്ക്കും എന്റെ ബന്ധുക്കൾക്കും എല്ലാവർക്കും. പക്ഷെ എന്റെ അച്ഛൻ പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾ അങ്ങനെയല്ലേ കെട്ടിയത്, അതുകൊണ്ട് ഇനിയിപ്പോ ഈ പിള്ളേരെ അങ്ങനെ കെട്ടിക്കണ്ട, അവർ പുറത്തുനിന്ന് കെട്ടിക്കോട്ടെ. അവർക്കും ഏതാണ്ടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു കല്യാണം കഴിക്കണമെന്നുള്ളത്. കുടുംബത്തിലെ ഈ ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോ ഈ പിള്ളേരെല്ലാം കൂടെ കളിയൊക്കെ ഇടേ, നിന്റെ പ്രതീക്ഷ, നിന്റെ ലക്ഷ്മി വന്നു, ലക്ഷ്മി നിന്റെ പ്രതീക്ഷ വന്നു എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ നല്ല കൊച്ചാണ്. എന്റെ പെങ്ങടെ മോളായോണ്ട് പറയാം, ഇടിക്കുക, നല്ല മര്യാദ ഉള്ള കുട്ടിയാ. അപ്പോഴേ എന്റെ പ്രതീക്ഷ മറ്റേ കല്യാണക്കുറി തരാൻ വന്നതാണേ. ലക്ഷ്മിനെ വിളിക്കേ. ലക്ഷ്മി എവിടെ? മോളെ ലക്ഷ്മിയെ. എന്തൊക്കെയാണ് മക്കളെ, സന്തോഷല്ലേ? പ്രതീക്ഷയായിട്ടൊരു കല്യാണമായി. അപ്പൊ അതെ, അടുത്ത മാസം 18-ാം തീയതി എന്റെ മകൻ പ്രതീഷിന്റെ കല്യാണമാണ്. കുമ്പളം അമ്പലത്തിൽ വെച്ചാണ്. അതെ, താലികെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകിലുള്ള ഓഡിറ്റോറിയത്തിലാണ് സദ്യയും കാര്യങ്ങളൊക്കെ. തലേ ദിവസം എത്തണം രണ്ടുപേരും. പിന്നെ എവിടെ ഒരാഴ്ച മുന്നേ വിടണേ. എല്ലാരും അവിടെ നോക്കി ഇരിക്കും അവിടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഒന്നും വേണ്ട. കൊണ്ടുവരുമ്പേ നീ ഒരുപാട് വീട് വിളിക്കാനുണ്ട്. പിന്നെ വെള്ളം കുടിച്ചതേ വെള്ളം കുടിച്ചാൽ പ്രശ്നം അറിയാലോ, അതും പ്രശ്നം. അതുകൊണ്ട്
അപ്പൊ എത്തിക്കോളേ തലേ ദിവസം. ഓ ഓ എന്നാ കുട്ടിയെ. ഞാൻ പൊക്കോട്ടെ ഒരാഴ്ച മുമ്പ്. ഓ എന്തിനാ ഒരാഴ്ചയാണ് അവിടെ തന്നെ അങ്ങോട്ട് നിന്നോ. എന്താടി അങ്ങനെ പറയുന്നത്? നീ അത് വായിക്കേ. പെണ്ണ എവിടുന്നാ നോക്ക്. തൃപ്പൂണിത്തറന്നാ പറഞ്ഞേ. ചേട്ടനിടയ്ക്ക് വിളിക്കാറുണ്ട്, അപ്പൊ പറയാറുണ്ട്. വിളിയും പറച്ചിലും ഒക്കെ ഉണ്ട്. എന്തേ? എന്റെ മോനിത് വല്ലതും അറിയാമോ എന്തോ? അവറ്റ് പുറച്ചക്കനല്ലേ, അപ്പൊ വിളിച്ചെന്താ കുഴപ്പം? അതന്നെ, ഇതൊക്കെ നമ്മളിപ്പോഴാണല്ലോ അറിയണത്. അപ്പൊ അയാൾ അവിടെ ഇരുന്ന് പറഞ്ഞു കേട്ടില്ലേ, എന്താ പറഞ്ഞു? കല്യാണം വരെ ഉറപ്പിച്ചതായിരുന്നു. ഓടി അവിടുന്ന് എഴുതാപ്പുറം വായിക്കല്ലേ? അല്ലാതെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞ ചെറുപ്പത്തിൽ അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മുറപ്പെണ്ണ് ചോദിച്ചങ്ങനെ കല്യാണം കഴിപ്പിക്കണം എന്ന്. അത് വേണ്ടാന്ന് വെച്ചു. അല്ലാണ്ട് അതന്നെ എനിക്കും മനസ്സിലാകത്ത്. ചെറുതിലേ തൊട്ട് ഒരാളെ മനസ്സിൽ കൊണ്ടെടുക്കുക, എന്നിട്ട് വേറൊരാളെ കല്യാണം കഴിക്കുക, അതൊന്നും ഞാൻ കേട്ടിട്ടില്ലേ. എനിക്ക് അറിയാനും വയ്യ. ഞാൻ അത്ര പുരോഗമനവാദിയല്ല. എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യ. എന്റെ ചെറുക്കന്റെ ജീവിതം. അയ്യേ, കുട്ടി എന്തിനാ കരയണത്? അമ്മയുടെ സ്വഭാവം എനിക്ക് അറിയണതല്ലേ. അച്ഛൻ വിചാരിക്കണ പോലൊന്നുമല്ല. അമ്മയ്ക്ക് എന്നോട് എന്തോ ഭയങ്കര ദേഷ്യമുള്ള പോലെ എപ്പോഴും പെരുമാറണം. ഞാൻ എന്ത് ചെയ്താലും അമ്മയ്ക്ക് കുറ്റാണ്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറ്റം. ഞാൻ ചേട്ടൻ്റെ കൂടെ നടന്നാ കുറ്റം. ഞങ്ങൾ ഒരു ദിവസം വെറുതെ പുറത്തു പോയപ്പോ ഭക്ഷണം കഴിച്ചതിന് വരെ അമ്മയ്ക്ക് കുറ്റായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കാനായിട്ട് അമ്മ സമ്മതിക്കൂല. അന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചെന്നും പറഞ്ഞ അമ്മ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാം. ഇതൊക്കെ എല്ലാ വീട്ടിലും അമ്മായിമ്മമാരും ഇങ്ങനെ തന്നെയല്ലേ. അതെ, നീ അങ്ങനെ ഇരുന്ന അവിടെ ഇരിക്കേ. ഞാൻ പറയണേ, അങ്ങനെ ഇരിക്കും. മോളെ, എല്ലാ കുടുംബത്തിലും നടക്കുന്നതാണ് ഈ അമ്മായിയമ്മ പോര്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വന്നു കയറുന്ന കുട്ടികൾ ക്ഷമിക്കാൻ പഠിക്കണം. അങ്ങനെ എല്ലാം കണ്ട് ക്ഷമിക്കണം എന്നല്ല പറയണത്. കുടുംബജീവിതം സന്തോഷമായി പോവാൻ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും. അമ്മ മോളോട് എന്താ അങ്ങനെ പെരുമാറണമെന്ന് മോള് ചിന്തിച്ചിട്ടുണ്ടോ? ഈ പാരിജാതൻ അമ്മയ്ക്ക് ഒരേ ഒരു മോനല്ലേ. ഈ മോനെ രാവിലെ ചായ കൊണ്ടു കൊടുക്കുന്നതും, അവൻ്റെ വസ്ത്രം അലക്കി തേച്ചു കൊടുക്കുന്നതും, അവന് ഭക്ഷണം വെച്ചു കൊടുക്കുന്നതും, അവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും, അവൻ്റെ കൂടെ പുറത്തു പോകുന്നതും വരുന്നതൊക്കെ ഈ അമ്മയാണ്. ഇപ്പൊ അതൊക്കെ ചെയ്യണത് ആരാ? മോളല്ലേ. അപ്പൊ എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് അമ്മ ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറണേ. അപ്പൊ മോൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു മകൻ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന് കുറച്ച് അഭിനയിക്കേണ്ടൊക്കെ വരും. എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞുതരാം. മറിമായം